എനിക്ക് ഇന്നൊരു മെസ്സേജ് വന്നിരിക്കുന്നു. 1000 രൂപ 250 രൂപ ഇങ്ങനെ കുറച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പോലീസ് കൂട്ടന്മാരുടെ ഫൈനാണ്. കാരണം ഇപ്പൊ ഒളിച്ചിരുന്നുള്ള ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഓക്കെ, 6 ലക്ഷം കോടി കടമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ റോഡെല്ലാം പൊളിഞ്ഞു കിടക്കുന്നു. എപ്പോഴും ആക്സിഡന്റ് അല്ലേ. റോഡിന്റെ നടുക്ക് പോസ്റ്റ് വരെയും വെക്കുന്നു, ആളെ കൊല്ലാൻ വേണ്ടി. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നെല്ലാം കമ്മീഷൻ കിട്ടാനും, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് കമ്മീഷൻ കിട്ടാനും. എന്നിട്ട് ഇപ്പൊ പുതിയൊരു നിയമം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. തുഗ്ലക് പരിഷ്കരണം ഉള്ളൂ ഇവിടെ. കാരണം ആരും ചോദിക്കാനില്ലോ, അപ്പന്മാരല്ലേ, വയസ്സന്മാരല്ലേ, ഈ പുഴുക്കളല്ലേ ഉള്ളത്. അപ്പൊ ആർക്കും ചോദിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ പുതിയൊരു നിയമം കൂടി വന്നിട്ടുണ്ട്. കാറില് പുറകിരിക്കുന്ന ആളും ബെൽറ്റ് ഇടണം. ഓക്കെ, അപ്പൊ അതിട്ടില്ലെങ്കിൽ പിന്നെ ഫൈനായി. അതായത് നിങ്ങൾ എന്തോരം വെച്ചിട്ടാണ് ഈ പുഴുക്കളെ നിങ്ങൾ ഇങ്ങനെ ഇവരെ അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പോലീസ് ആണെങ്കിലും ഈ പറയുന്ന IAS IPS, ഈ പറയുന്ന മന്ത്രിമാർ, ഇവരെല്ലാം നമ്മളെ സെർവ് ചെയ്യാനുള്ള ജസ്റ്റ് വെറും എന്താ പറയുക ജോലിക്കാർ മാത്രമാണ്. ഓക്കെ, പണ്ട് ആ ഒരു ബ്രിട്ടീഷുകാർ ഇവിടെ കച്ചവടത്തിന് വന്നപ്പോൾ അവർ ഇതുപോലെ തന്നെ ആയിരുന്നു. വളരെ ഇതായിട്ടൊക്കെ നിന്ന് രാജാക്കന്മാരെയൊക്കെ മയക്കിയെടുത്ത് അതിനുശേഷം അവരങ്ങോട്ട് കൺക്യൂർ ചെയ്തു. ഓക്കെ, അപ്പോഴും ഇവിടുത്തെ ആൾക്കാർ തന്നെയായിരുന്നു അവരുടെ പോലീസായിട്ട് കുപ്പായിട്ട് നടന്നേച്ചത്. ഓക്കെ, അതായത് സ്വന്തം നാട്ടുകാരെ ക്രൂശിച്ച് നടന്നേച്ചത് അവര് തന്നെ. അതുപോലെ തന്നെ ഇപ്പൊ ഡൽഹിയിലെ കണ്ടീഷനും അവിടുത്തെ വിഡ്ഢികളായ പോലീസുകാര് അവരെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ഓക്കെ, പക്ഷെ ആ ഒരു പോലീസുകാരും ആ പോലീസുകാരന്റെ ഫാമിലിയും അവരുടെ കുടുംബവും അവരുടെ കുഞ്ഞുങ്ങളെല്ലാം ശ്വസിക്കുന്നത് ആ ഒരു വിഷമായ വായുവാന്ന് അവർ കേൾക്കുന്നില്ല. അവര് ഓർഡേഴ്സ്, അപ്പന്മാരുടെ ഓർഡേഴ്സ് പാലിക്കുന്നു. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടുത്തെ സിസ്റ്റം. ഈ പറയുന്ന യാതൊരു ഇതില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരു വണ്ടി പറക്കുതളികളെ പോലത്തെ ഒരു പോലീസ് ജീപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കെല്ലാം എയർ പൊല്യൂഷൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഫൈൻ അടിച്ച് തരും. ഇവിടുത്തെ എയർ പൊല്യൂഷൻ ടെസ്റ്റ് നല്ല അടിപൊളി തന്നെ. ഒരു കൊമ്പെടുത്ത് കുത്തിയിട്ട് എന്തൊക്കെയോ കാണിച്ചു തരും. അപ്പൊ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, അതായത് ഇപ്പോഴും ബ്രിട്ടീഷ് നിയമം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, യെസ് യുവർ ഓണർ, നോ യുവർ ഓണർ, IPC 348. ഏറ്റവും നുണ പറയുന്ന ഒരു വക്കീലുള്ള ആള് ഏതൊരു തെറ്റ് ചെയ്താലും അവര് രക്ഷപ്പെടും. ഓക്കെ, അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഇനി എപ്പോഴാണ്, അതായത് നമ്മുടെ വീട്ടിൽ പണ്ടെല്ലാം ബ്രിട്ടീഷുകാരും ഈ പറയുന്ന മേലാളികളെല്ലാം നമ്മുടെ പാവപ്പെട്ട കുടുംബത്തിലേക്ക് കയറി പെണ്ണുങ്ങളെല്ലാം പീഡിപ്പിക്കുമായിരുന്നു, കുഞ്ഞുങ്ങളെല്ലാം പീഡിപ്പിക്കുമായിരുന്നു. അതിന്റെ തന്നെ വേറൊരു വേർഷൻ ഇപ്പൊ ബന്ധുക്കളെല്ലാം പീഡിപ്പിക്കുന്നു. ആർക്ക് വേണമെങ്കിലും പീഡിപ്പിക്കാം, സ്കൂൾ ടീച്ചറിനെ പീഡിപ്പിക്കാം, ഏത് പണക്കാരന് വേണമെങ്കിൽ പീഡിപ്പിക്കാം. പണക്കാർക്കൊക്കെ പീഡിപ്പിച്ച ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, ഒരു ഡമ്മി ആളേക്ക് ഇറക്കും, എന്നിട്ട് ജാമ്യം മേടിച്ചൊക്കെ പോരും. അപ്പോൾ ആ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞത്, അതായത് ആ ഒരു സെയിം കണ്ടീഷൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പൊ കുറച്ചും കൂടി വിഗ്രസ്ലി ആയി. ഓക്കെ, അതായത് പ്രാണവായുവിലും വിഷം, കുടിക്കുന്ന വെള്ളത്തിലും വിഷം, കഴിക്കുന്ന ഭക്ഷണത്തിലും വിഷം, ആ രീതിയിലും കൂടി ആയിട്ടുണ്ട്. ഓക്കെ, അതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പീഡിപ്പിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ഇല്ലാതായി പോകുന്നോർത്തേക്കാണോ? ഒരിക്കലും ഇല്ല. ഇതെല്ലാം ഇല്ലാതാക്കുക തന്നെ വേണം. ഓക്കെ, അതായത് ഈ പറയുന്ന വിഡ്ഢിത്തരങ്ങളെല്ലാം ഇല്ലാതാക്കിയത് തന്നെ വേണം. കാരണം ആ ഒരു ബ്രിട്ടീഷ് നിയമം തന്നെയാണ് ഇപ്പോഴും ഇവിടെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനാധിപത്യം, ഡെമോക്രസി, ഹ്യൂജ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ആൻഡ് റൂൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ വിഡ്ഢികളാരും ഇത് അറിയുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഓക്കെ, വിഡ്ഢികളാരും അറിയണ്ടേ, ഇപ്പൊ അറിഞ്ഞല്ലോ. ഓക്കെ, ശ്വാസം മുട്ടിയും ചത്തെല്ലാം വീഴുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഫേക്ക് മീഡിയസ് വഴി ബോംബ് പൊട്ടിച്ചതോട് പേടിപ്പിക്കുന്നു. അപ്പോ ഇനിയെങ്കിലും ഉണരണം. ഓക്കെ, ഉണരേണ്ട ആൾക്കാർ വേറെ ആർക്കും അല്ല, ഈ ഫോണിലിരിക്കുന്ന വിഡ്ഢികൾ തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ജീവിതവും, നിങ്ങൾക്ക് നാളെ ഉണ്ടാകുന്ന ഒരു കുഞ്ഞൊന്നും ഉണ്ടാവില്ല. ഉണ്ടായി തന്നെ ആ കുഞ്ഞിനെ എല്ലാം ആരെങ്കിലും കൊണ്ട് പീഡിപ്പിക്കും. ഓക്കെ, കൈയും കെട്ടിയിരുന്നു.